കേരളത്തിൽ ബഡ്ജറ്റ് അവതരിച്ചപ്പോൾ നമ്മുടെ നാടിനകത്തെ മദ്യ വ്യവസായികൾക്ക്, മദ്യ കമ്പനികൾക്ക് ലാഭകരമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന തരത്തിലേക്ക് അവർക്ക് അനുകൂലമായി നികുതി ഇളവ് കൊടുക്കുന്ന പ്രഖ്യാപനം വളരെ വേഗതയിൽ, ഒരു കാലത്തും കേരളത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വേഗതയിൽ ഒരു തീരുമാനം കേരളത്തിന്റെ മുഖ്യമന്ത്രി നടപ്പിലാക്കുന്ന നമ്മളെല്ലാം കണ്ടു. 2023 ഈ മദ്യ കമ്പനികൾക്കുള്ള നികുതി ഇളവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാരിന്റെ മുന്നിൽ ഈ അപേക്ഷ വരുന്നു. നമ്മുടെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ആ അപേക്ഷയിൽ യാതൊരു വിധത്തിലുള്ള തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ ഈ നാടിനെ മദ്യ വ്യവസായികൾക്ക് തീർവ് കൊടുക്കാൻ വേണ്ടി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിന് നിമിഷങ്ങൾക്കകം ഈ പറഞ്ഞ തീരുമാനത്തിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ നമ്മുടെ നാടിനകത്ത് കരയും കടലുമെല്ലാം ഈ നാടിനകത്ത് കുത്തക മുതലാളിമാർക്ക്, അദ്വാനിക്ക് തീർതി കൊടുക്കുന്ന ഒരു സർക്കാരായി കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സർവകലാശാലകളെല്ലാം RSSന്റെ ചൊൽപ്പടിക്ക് നിർത്തുന്ന ഒരു ഭരണമായി കേരളത്തിലെ ഭരണം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ നാട് ഇന്ന് RSSും BJPയും ചേർന്നിട്ടാണ് വി.ഡി. സതീശൻ ഭരണം നടത്തുന്നത്. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ നേട്ടങ്ങളെയും, എല്ലാ മേന്മകളെയും ഈ കുറച്ച് ചുരുങ്ങിയ കാലയളവിനകത്ത് തകർക്കുന്ന ഒരു സമീപനമാണ് കേരളം ഭരിക്കുന്ന ഭരണകൂടം കടന്നത്. നമ്മുടെ നാട്ടിലെ മനുഷ്യരെല്ലാം പനി പിടിച്ച് വല്ലാത്ത പ്രയാസത്തിലേക്ക് പോകുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം, അങ്ങനെ എവിടെ നോക്കിയാലും ഈ കേരളത്തെ പിന്നോട്ട് നയിക്കുന്ന സമീപനമായി UDFന്റെ ഗവൺമെന്റ് പോകും. ആ അവസരത്തിൽ DYFI പ്രഖ്യാപിക്കുന്നത്, ഞങ്ങളിത് സൂചനയായിട്ടാണ് ഇവിടെ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇത്രയും തീരുമാനിച്ചിട്ടുള്ളൂ, ഇവിടെ ജലപീരങ്കി അടിക്കാൻ വേണ്ടി മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ സമരം ഈ കേരളം ഇനി കാണാൻ വേണ്ടി പോകുന്നുള്ളൂ. നിങ്ങൾ ഇങ്ങനെയാണ് കേരളത്തിൽ ഭരണം നടത്താൻ വേണ്ടി പോകുന്നതെങ്കിൽ ഞങ്ങൾ നേരിടും. ഈ നാടിനകത്തെ തെരുവിൽ ഈ ഭരണകൂടമർദ്ദകരായ പോലീസിനെ ഞങ്ങൾ നേരിടും എന്ന കാര്യത്തിനകത്ത് യാതൊരു സംശയം വേണ്ട. ഞങ്ങളിപ്പോൾ ഇങ്ങനെ സമരം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളൂ. സമാധാനപരമായി പ്രതിഷേധം ഈ കേരള സമൂഹത്തിനകത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ DYFIയുടെ സമരചരിത്രം വീണ്ടും ഇവിടെ ആവർത്തിക്കുന്ന തരത്തിലേക്ക് മാറും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് RL ശ്രീലാലാണ്. സഖാവിനെ ഈ സമര കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമരത്തിനകത്ത് അധ്യക്ഷത വഹിക്കുന്നത് DYFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സഖാവ് നിയസ് PH ആണ്. നിയസിനെ ഈ സമര കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. DYFIയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സഖാവ് സംഗീത് CS, സഖാവ് എറിൻ ആന്റണി, സഖാവ് ധനുഷ് കുമാർ, DYFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള സഖാവ് ആഷിഖ് വലിയകത്ത്, സഖാവ് മിഥുൻ കൃഷ്ണൻ, സഖാവ് സതീഷ് ചെലച്ചിറ, അതുപോലെ തന്നെ DYFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, അതുപോലെ ഈ സമരത്തിനകത്ത് എത്തിച്ചേർന്ന സഖാക്കൾ, കൂടാതെ ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് SFIയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് T. അഭിജിത്ത് സംസാരിക്കും. അഭിജിത്തിനെ ഈ സമര കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ സമരത്തിനകത്ത് എത്തിച്ചേർന്ന എല്ലാവരും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെയും എല്ലാവരും, ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത ഏറ്റെടുക്കാൻ വേണ്ടി സഖാവ് നിയാസിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള ഈ സമര കേന്ദ്രത്തിൽ എത്തിച്ചേർന്ന പ്രിയമുള്ള സഖാക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, DYFIയുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യത്തിന് വീര്യമുണ്ടെങ്കിലും പൊതുവെ വീര്യം കുറഞ്ഞൊരു സമരമാണ് ഞങ്ങൾ ഈ സമര കേന്ദ്രത്തിൽ കെട്ടഴിച്ചു വിട്ടത്. ഈ വീര്യം കുറഞ്ഞ സമരം കണ്ടിട്ടെങ്കിലും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പേരിലുള്ള ഈ തീവെട്ടിക്കൊള്ള അവസാനിപ്പിക്കാൻ ഈ സർക്കാർ തയ്യാറാവണമെന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഭാഗമായി DYFI ഉന്നയിക്കുന്നത്. ഇവിടെ തൂഫാന്റെ പേരിൽ ഒരു വശത്ത് ഞങ്ങൾ തൂഫാനെയൊന്നും എതിർക്കുന്നില്ല. മയക്കുമരുന്ന് ലഹരി മാഫിയ സംഘങ്ങളെ അടിച്ചമർത്താനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളോടും ഞങ്ങൾ തികഞ്ഞ അനുകൂലമായ സമീപനമാണ് DYFI സ്വീകരിക്കുന്നത്. എന്നാൽ ഒരു വശത്ത് തൂഫാന്റെ പേരിലുള്ള റീലും ഗിമ്മിക്കും സംഘടിപ്പിക്കുക, മറുവശത്ത് ബെക്കാടി ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ സുഗമമായി ഒഴുക്കാൻ, ഈ കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിലേക്ക് സുഗമമായി ലഭ്യമാക്കാൻ അതിന് നികുതി കുറച്ചു കൊടുക്കുന്ന സമീപനം സ്വീകരിക്കുക. രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഒന്നില്ലെങ്കിൽ മദ്യനയം പൊളിച്ചെഴുതി ഈ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തുടർന്ന സാർവത്രികമായ സുതാര്യമായ മദ്യനയത്തിലൂടെ മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാകണം. സർക്കാരിന് ലഹരി മാഫിയ സംഘങ്ങളെ അടിച്ചമർത്തുന്നതിൽ, ലഹരി മാഫിയ സംഘങ്ങളെ
കേരളോടി വിടാതിരിക്കുന്നതിൽ കൃത്യമായ നിലപാടുണ്ട് എങ്കിൽ, കൃത്യമായ ആദർശമുണ്ട് എങ്കിൽ, ഈ മദ്യനയത്തിലൂടെ നടപ്പിലാക്കുന്ന ഈ തീവെട്ടിക്കൊള്ള അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ പൊതുവെ വീര്യമുള്ള മുദ്രാവാക്യമുയർത്തി ഈ വീര്യം കുറഞ്ഞ സമരത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പാണ് വി.ഡി. സതീശൻ മംഗലാപുരത്തേക്കൊരു യാത്ര നടത്തിയത്. എന്തിനു വേണ്ടിയായിരുന്നു ആ യാത്രയെന്ന് അദാനി ഒരുക്കിക്കൊടുത്ത ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് പോയി കേരളത്തിന്റെ മണ്ണും വിണ്ണും ആകാശവും കേരളത്തിന്റെ മധ്യ വ്യവസായ മേഖലയെയും അദാനിക്കും കർണാടകയിലെ കോർപ്പറേറ്റ് ഭീമന്മാർക്കും ഈ കേരളത്തെ തീരെഴുതാനുള്ള നയ സമീപനങ്ങളാണ് ധവളപത്രത്തിലൂടെയും അതിനെ തുടർന്ന് വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെയും നമുക്ക് പ്രകടമായിട്ടുള്ളത്. ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ലോകത്തിന്റെ മാതൃകയായ മതനിരപേക്ഷ വിദ്യാഭ്യാസ മേഖലയാണ്. മതനിരപേക്ഷ വിദ്യാഭ്യാസ സമൂഹമാണ് കേരളത്തിന്റെ സമൂഹം. ആ വിദ്യാഭ്യാസ മേഖലക്കകത്തേക്ക് കാവ്യവൽക്കരണം എന്ന പേരിൽ വൈസ് ചാൻസലർമാരും ഗവർണർമാരും നടപ്പിലാക്കുന്ന അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന RSS കുനിയാൻ പറയുമ്പോ മുട്ടിലറിയുന്ന ഒരു മുഖ്യമന്ത്രിയായി വിനായക് ദാമോദർ സതീശ മേനോൻ എന്ന് പറയുന്ന വി.ഡി. സതീശന്റെ സർക്കാർ അതപ്പതിച്ചിരിക്കുന്നു എന്ന അപമാനത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം സംഘടിപ്പിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചു, പൊതുവെ വീര്യം കുറഞ്ഞ ഒരു സമരമാണ്. ഞങ്ങൾക്ക് വീര്യമുള്ള സമരവും അറിയാം. നിങ്ങളുടെ കയ്യിൽ ആകെയുള്ളത് ഈ വെള്ളം തൂറ്റുന്ന കോപ്പാണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ളത് കഴിഞ്ഞ 10 കൊല്ലമായി ഉപയോഗശൂന്യമായിരിക്കുന്ന എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗ്രനേഡാണ്. അതും കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു തോക്കാണ്. ഇത് മൂന്നിനെയും സധൈര്യം നേരിട്ടിട്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ ഈ കേരളത്തിന്റെ തെരുവിൽ സമരം ചെയ്തിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ സമരമോടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് R.L. ശ്രീലാലാണ്. സഖാവിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട യുവജന സഖാക്കളെ, ഈ സമരത്തെ വീക്ഷിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള നാട്ടുകാരെ, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വളരെ പ്രസക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കളക്ടറേറ്റ് മാർച്ചിൽ ഡിവൈഎഫ്ഐ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ഈ കേരളത്തെ കുത്തക കോർപ്പറേറ്റുകൾക്ക് വിറ്റുതുലയ്ക്കുന്ന കോൺഗ്രസിന്റെ UDFന്റെ ഗവൺമെന്റിന്റെ നയം തിരുത്തണം എന്ന് പറയുന്ന മുദ്രാവാക്യമാണ്. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം, രാജ്യത്തെ തീവ്ര വലതുപക്ഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന BJPയുടെ ഗവൺമെന്റ്, ആ BJPയുടെ ഗവൺമെന്റ് നാളിതുവരെയായി നമ്മുടെ നാട്ടിലെ എല്ലാ മേഖലയെയും സ്വകാര്യ കുത്തക കോർപ്പറേറ്റുകൾക്ക് വിറ്റ് തുലയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വന്നിരുന്നത്. ഇവിടെ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ BJPയുടെ തീവ്ര വലതുപക്ഷ നിലപാടുകളെയെല്ലാം ചെറുത്തുകൊണ്ട് ഒരു ജനപക്ഷ ബദൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഭരണം നടത്തിയത്. അതിന്റെ ഗുണഫലങ്ങളെല്ലാം ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിൽ തീവ്ര വലതുപക്ഷ ഗവൺമെന്റിന്റെ BJPയുടെ അച്ചാരം വാങ്ങി ഈ കേരളത്തിൽ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഇവർ തെരഞ്ഞെടുപ്പിന് മുൻപേ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒട്ടനവധി വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് ഈ കേരളത്തിന്റെ മുന്നിൽ വെച്ചത്. പക്ഷേ അധികാരത്തിൽ കയറി ദിവസങ്ങൾ പിന്നിടുന്നതിന് മുമ്പേ അവർ നടത്തിയതെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളായിരുന്നു എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ടു, തിരിച്ചറിഞ്ഞു. ഇപ്പോഴെന്താ സ്ഥിതി? ബഡ്ജറ്റ് കഴിഞ്ഞപ്പോ ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് ഈ നാടിനകത്ത് ജനങ്ങൾക്ക് ഗുണപരമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത്, അതിനെയെല്ലാം കാറ്റിൽ പറത്തി. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കേണ്ട ഒരു ഗവൺമെന്റ് ജനങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇവർ എത്രയോ പദ്ധതികളാണ് ഇവരുടെ പ്രകടന പത്രികയിൽ ഉയർത്തിപ്പിടിച്ചത്. അതിലേതെങ്കിലും ഒന്ന് നടപ്പിലാക്കാൻ ഈ ബഡ്ജറ്റിൽ തുക വലിയെത്തിയതായി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ നാടിനകത്തെ മുഴുവൻ മനുഷ്യരെയും വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ കേരളത്തിലെ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു, അവരുടെ മദ്യനയം
ആ മദ്യനയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ബെക്കാടി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് വേണ്ടി മണിക്കൂറുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഒരു ഗവൺമെന്റിന്റെ ഫയലുകൾ നീങ്ങുകയാണ്. 251% മദ്യത്തിന് നികുതിയുള്ള ഈ നാടിനകത്ത് പകുതിയോളം നികുതി കുറച്ച് 120% താഴ്ത്തിയ ഈ ഗവൺമെന്റ് എത്ര കോടിക്കണക്കിന് രൂപയാണ് ഈ ഗവൺമെന്റിന്റെ ആശ്രിതരുടെ കീശയിൽ വന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി വി.ഡി. സതീശനും കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കൾ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, ഈ നാടിനകത്ത് മദ്യമാഫിയകൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ നികുതി ഇളവുകൾ പ്രഖ്യാപിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ നികുതി ഇളവുകളാണ് മദ്യമാഫിയയ്ക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്നത്. ഈ നാടിനകത്തെ സർവകലാശാലകൾ RSSന് തീരെഴുതി കൊടുക്കുകയാണ്. RSSന് പ്രഖ്യാപിതമായ നയമായി ഇവിടെ വി.ഡി. സതീശൻ അവരുടെ നയങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇവിടെ പറഞ്ഞല്ലോ, 25 ലക്ഷം ഒരു കുടുംബത്തിന് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് വഴി തുക പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞവരാണ്. 7500 കോടിയിലധികം രൂപ ആ ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട സ്ഥാനത്ത് നക്കാപ്പിച്ച പൈസ മാറ്റിവെച്ചുകൊണ്ട് ഈ കേരളത്തിലെ ഇൻഷുറൻസ് സ്വപ്നം കണ്ട, നല്ല ആരോഗ്യം സ്വപ്നം കണ്ട മനുഷ്യരെയെല്ലാം അവർ വഞ്ചിച്ചിരിക്കുകയാണ്. ഇപ്പൊ സർക്കാർ ആശുപത്രികളിലെ സ്ഥിതി എന്താണ്? ഡോക്ടർമാരില്ല, മരുന്നില്ല, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് പോലും ഇല്ലാത്ത ആതുരാലയങ്ങളായി ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ചവർ ഒരു നയാ പൈസ പോലും അതിനുവേണ്ടി വകയിരുത്തിയില്ല. സ്ത്രീകൾക്ക് ഇവിടെ പെൻഷൻ ഉണ്ടായിരുന്നു, പെൻഷൻ പ്രഖ്യാപിച്ചിരുന്നു, അതിനുവേണ്ടി ഒരു നയാ പൈസ ഇല്ല. 21,000 രൂപ ആശാ വർക്കർമാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് അവരെയും വഞ്ചിച്ചു. പ്രിയപ്പെട്ടവരെ, സ്ത്രീകളെ KSRTC ബസ്സിൽ ലോകം മുഴുവൻ ചുറ്റാം എന്ന വലിയ വാഗ്ദാനങ്ങൾ നൽകി. ഇപ്പൊ എന്താ അവസ്ഥ? ഓർഡിനറി ബസ്സുകൾ അതിന്റെ എണ്ണം നേർപകുതിയാക്കി കുറച്ചു. ഓർഡിനറി ബസ്സിൽ മാത്രമുള്ള യാത്രയാക്കി അതിനെ ചുരുക്കി. ഇങ്ങനെ നമ്മുടെ നാടിനകത്തെ മുഴുവൻ മനുഷ്യരെയും വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിനെതിരായി അതിശക്തമായ സമരമാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വരും കാലങ്ങളിൽ സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഈ നാടിനകത്തെ പുഴയും കരയും കടലുമെല്ലാം അദാനിക്ക് വിറ്റെഴുതാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ കുത്തക കോർപ്പറേറ്റുകൾക്ക് ഈ നാടിനെ പണയം വെക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന വി.ഡി. സതീശന്റെ, കോൺഗ്രസിന്റെ, UDF-ന്റെ ജനദ്രോഹ നിലപാടുകൾക്കെതിരായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വരും കാലങ്ങളിൽ അതിശക്തമായ സമരം സംഘടിപ്പിക്കും. ഇവിടെ സൂചിപ്പിച്ചു, ഞങ്ങളൊരു സൂചനാ സമരമായി കടന്നു വന്നതാണ്. ഞങ്ങൾ നടത്തിയതൊരു സൂചനാ സമരമാണ്. ആ സമരത്തെ നേരിടാൻ നിങ്ങളൊരു ബാരിക്കേഡ് ഉയർത്തി ജലപീരങ്കി കൊണ്ട് തടയാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെയൊന്നും തടഞ്ഞാൽ നിലനിന്നു പോകുന്നവരല്ല ഡിവൈഎഫ്ഐ എന്ന് ഞങ്ങളുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിക്കും. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം ഈ നാടിന്റെ ശരിമകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമൂഹത്തിന്റെ തെരുവിൽ ഉണ്ടാകുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ വീര്യം കുറഞ്ഞ മദ്യമിറക്കി ഈ നാടിനകത്തെ യുവാക്കളെ തൂഫാന്റെ പേരിൽ ലഹരി മാഫിയയുടെ കയ്യിൽ നിന്നും ഇതാ ഞങ്ങൾ പിടിച്ചകറ്റാൻ വേണ്ടി പോകുമെന്ന് പറയുന്ന പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മദ്യ മാഫിയക്ക് ഈ കേരളത്തെ തുറന്നു കൊടുക്കുന്ന ഉമ്മൻചാണ്ടിയുടെ അതേ നയം വി.ഡി. സതീശനും ഈ കേരളത്തിൽ തുടരാൻ വേണ്ടി തയ്യാറായാൽ ഞങ്ങൾ ഈ കേരളത്തിന്റെ തെരുവിൽ ഒരൊറ്റ മന്ത്രിക്കാരും പായാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാട് ഞങ്ങളോടൊപ്പം അണിനിരക്കണം. ഡിവൈഎഫ്ഐ ഉയർത്തിപ്പിടിക്കുന്ന ശരിയുടെ മുദ്രാവാക്യത്തിനൊപ്പം ഈ നാട് അണിനിരക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാടിനകത്ത് ഡിവൈഎഫ്ഐ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ എല്ലാ കാലത്തും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വേണ്ടി നടത്തിയ എല്ലാ പാഴ്വാക്കുകളും ഈ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഈ നെറികെട്ട ഗവൺമെന്റിനെ, ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസിന്റെ വലതുപക്ഷ നയങ്ങൾ ഇപ്പോഴും തുടരുന്ന വി.ഡി. സതീശൻ സർക്കാരിനെ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന്
ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ടു പോയാൽ അതിനെ തൂത്തെറിയുന്നതിന് വരെയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഡിവൈഎഫ്ഐക്കൊപ്പം ഈ നാട് മുഴുവൻ അണിനിരക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. പ്രിയപ്പെട്ടവര്, ലാൽ സലാം.